പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളുള്ള ഒരു അരാഷ്ട്രീയ പരിസരം എക്കാലത്തും നമ്മുടെ വിശ്വാസ സംഹിതകളെ കളിയാക്കിയും പരിഹസിച്ചുകൂടെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? എന്നിട്ട് എന്തായി? എണ്ണം കൊണ്ട് ഏറെയാണെന്നല്ലാതെ ഏതിനാ ഇന്ന് ജീവനുള്ളത്? കാലാകരണപ്പെട്ടില്ല. അതന്നെ നിലവിലെ മതവിരുദ്ധ പരിപ്രേക്ഷ്യത്തോട് സന്ധി ചെയ്യുന്നതിന് ഓരോ ദീനിക്കും വളരെയേറെ ഉത്തരവാദിത്തമുണ്ടെന്ന് മറന്നിട്ടാകരുത് നമ്മുടെ നയങ്ങൾ രൂപപ്പെടുത്തേണ്ടത്. അതെ, മൂർത്തതകൾക്ക് വടികൊടുക്കലാകും. ഒരു സ്വാതന്ത്ര്യവും പരമമല്ലെന്നും അത് നിർണയിക്കേണ്ടത് കാരുണ്യവാനാണെന്നും നിങ്ങൾ പെൺകുട്ടികൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് ഇന്ന് ഈ ലോകത്തെങ്ങും. ഒരു വശത്ത് നമ്മുടെ സമുദായത്തോട് ഇതര സമുദായങ്ങളുടെയും ഭരണകൂടത്തിന്റെയും അപരവൽക്കരണം അതിശക്തമായിട്ട് വേരുപിടിച്ചിരിക്കുന്നത് നമ്മളോട് കാണാം. മറുവശത്ത് ഫോബിയയുടെ ഉപോൽപ്പന്നമായ മതനിരാസത്തിന്റെ സ്വീകാര്യത. അതൊക്കെ ഉപരിപ്ലവമാണ്, എന്നാലും പറയണല്ലോ. ഇതൊന്നും കേട്ടുകേൾവിയേ ഇല്ലായിരുന്നു ഒരിടക്കാലം വരെ. ആദ്യമൊക്കെ നമുക്കെല്ലാം തോന്നലായിരുന്നു. പിന്നെ നമ്മൾ കരുതി നമ്മുടെ ശൈലികൾ അവർക്ക് മനസ്സിലാഞ്ഞിട്ടാണെന്ന്. ഇപ്പൊ എന്തായി? വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് കാണുന്നില്ല. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇതിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട്, അതിന് വ്യാപകമായ പിന്തുണയുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നെറ്റിച്ചുളിച്ച് ആദ്യം ഞങ്ങളെ ശ്രമിച്ചിരുന്നവരൊക്കെ ഇപ്പൊ ഞങ്ങളെ അംഗങ്ങളായത്. അക്കാര്യത്തിൽ സെലിബ്രിറ്റികൾ പോലും ഞങ്ങളുടെ പക്ഷത്താണ് അല്ലേ? ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ പ്രതികരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? വേണ്ട. നവലോക ബൂർഷ കാഫിർ സെലിബ്രിറ്റികളെ നീ വിട്ടേക്ക്. ലോകത്തെങ്ങുമുള്ള ലെഫ്റ്റ് ലിബറലുകളുടെ കാര്യമെടുത്തോ. നമ്മുടെ നയങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുന്നവരല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഉടുതുണിയില്ലാതെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കുന്ന പാശ്ചാത്യ ആൺപെൺ നാസ്തിക അരാജകത്വങ്ങളോട് കൂടെ പിടിക്കുകയാണോ നിന്നെ പോലത്തെ പെൺകുട്ടികൾ ചെയ്യേണ്ടത്? മാതൃകയാക്കാൻ അവരിൽ എന്ത് നന്മയാണ് നീ കാണുന്നതെന്ന്. ഒരാണിന്റെ സംരക്ഷണമില്ലാതെ ഇറങ്ങി നടക്കുന്ന ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് റേപ്പ് ചെയ്യാൻ തോന്നുന്ന വിധം ഇരയായി നിന്ന് കൊടുത്തിട്ട് പശ്ചാത്തപിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ഈ ജസീലിനെ പോലെ ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെ നിനക്ക്? എങ്ങനെയുണ്ട് ഉണ്ടപ്പുരി? നല്ല ടേസ്റ്റ് ഇല്ലേ? രണ്ടെണ്ണം കൂടി എടുക്കട്ടെ? ഷായിനുണ്ടാക്കിയതാ.